ഈശോമിശിഹായിലെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലോകം മുഴുവൻ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ മുഴുകി ജീവിക്കുമ്പോൾ ക്രൈസ്തവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്ത മനോഭാവത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിക്കുന്നു. എന്തിനു വേണ്ടി? അവരുടെ ഗുരുവും നാഥനുമായവൻ സഹനങ്ങളിലൂടെ കടന്നുപോയതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തിരി മാറ്റങ്ങളുടെ സുവിശേഷങ്ങൾ എഴുതി ചേർക്കണമെന്ന് ജീവിതത്തെ തന്നെ ഒന്ന് പഠിപ്പിച്ചെടുത്ത് ധ്യാനിച്ച് സ്നേഹത്തിലെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നിമിഷങ്ങളാക്കി ജീവിതത്തെ മാറ്റണമെന്ന് മനസ്സിലുറപ്പിച്ച് കടന്നു പോകുവാൻ തയ്യാറാകുന്ന നിമിഷങ്ങളാണ് ഇനിയുള്ളത്. ലോകം മുഴുവനും സന്തോഷിക്കുമ്പോൾ ക്രൈസ്തവ ജനത മുഴുവൻ ഒന്നും മൗനത്തിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഉത്സവങ്ങളുടെ പുറകെ പോകുമ്പോൾ ക്രൈസ്തവർ മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ക്രൂശിതനെ നോക്കി, അവൻ്റെ സഹനവഴികളെ നോക്കി, അവൻ കടന്നുപോയ രക്തം ചിന്തിയ നിമിഷങ്ങളെ ഓർത്ത്. ഏവർക്കും ദുഃഖവെള്ളിയുടെ നിശബ്ദമായ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുകയാണ്. അപ്പം മുറിച്ചപ്പോൾ ഒരുപാട് പേർ അവൻ്റെ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ രക്തം വിയർത്തപ്പോൾ പലരും പല വഴിക്ക് ചിതറിക്കപ്പെട്ടു. അപ്പം മുറിച്ചപ്പോൾ ഒരുപാട് പേർ അവൻ്റെ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ രക്തം ചിന്തിയപ്പോൾ പലരും ചിതറിക്കപ്പെട്ടു. അപ്പമെടുത്തവൻ അവൻ പറഞ്ഞത് ഇപ്രകാരം: ഇതെന്റെ ശരീരം. അതുപോലെ തന്നെ വീണ്ടെടുത്തവൻ പറഞ്ഞു: ഇതെന്റെ രക്തം. തൻ്റെ അടുത്ത നിമിഷത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചവൻ ആ പ്രവചനം പൂർത്തിയാകേണ്ട സമയമായപ്പോൾ കൂടെയുണ്ടായിരുന്നവർ പിൻപോട്ട് വലിയുന്നു. സഹനങ്ങളിലൂടെ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ എന്ന ചിന്തയോടുകൂടി ഇന്ന് നമ്മളും ഈ അപ്പത്തിൽ നിന്നും ഈ രക്തത്തിൽ നിന്നും പാനം ചെയ്യുമ്പോഴൊക്കെ നമ്മളും ഓർമ്മിക്കേണ്ടത് മറ്റൊന്നുമല്ല, എൻ്റെ ദൈവത്തിൻ്റെ സഹനങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കുതറി മാറാതിരിക്കുവാനുള്ള ശ്രദ്ധയുണ്ടാകണമെന്ന്. എൻ്റെ തമ്പുരാന്റെ ഒപ്പം നടക്കുമ്പോൾ സഹനങ്ങൾ ജീവിതത്തിൻ്റെ തോരാമഴയായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇത്തിരി കുതറി മാറാതിരിക്കുവാൻ ഞാനും ശ്രദ്ധിക്കണമെന്ന്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നാമൊക്കെ കുരിശിൻ്റെ വഴികളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുവാനും അതിനെക്കുറിച്ച് മനസ്തപിച്ച് അതിൽ മനസ്സുണർത്തി ജീവിതത്തെയൊക്കെ ഇത്തിരി പ്രകാശിപ്പിക്കുവാനും ഒക്കെയുള്ള വ്യഗ്രതയാൽ നമ്മുടെ ജീവിതത്തെ നാം ഒരുക്കുകയായിരുന്നു. ഇനിയും ഈ കുരിശന്റെ വഴിയൊക്കെ ഒന്ന് വേറിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സഹന വഴികളിൽ എന്താണ് ഇത്രമാത്രം പ്രകാശം നൽകുന്നത് എന്നെന്ന് നാം ചിന്തിക്കണം. ഈ സഹന വഴിക്ക് എന്തുകൊണ്ട് ഇന്നും ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ കുരിശന്റെ വഴി? എന്താണ് ഈ ദിനത്തിന്റെ പ്രത്യേകത? ഈ ദിനത്തിന്റെ പ്രത്യേകത വേറിട്ട കണ്ണുകളോടെ ചിന്തിക്കുമ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ട് നടക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഒരു പാതിരാത്രിയിൽ ഒരുവൻ ജീവന് വേണ്ടി നിലവിളിച്ച രാത്രിയാണിത്. ഈ ഒരു പാതിരാത്രി, ഈ ഒരു മണിക്കൂറുകൾ അവൻ ജീവന് വേണ്ടി നിലവിളിച്ച നിമിഷം. എന്തുകൊണ്ട്? സ്വയം മുറിക്കപ്പെടുവാനും ചിന്തപ്പെടുവാനും പകുത്തു നൽകുവാനും ജീവിതത്തെ പഠിപ്പിച്ചവൻ ഇന്ന് ജീവിതത്തിന് വേണ്ടി നിലവിളിക്കുന്നു. എങ്കിലും ആ നിലവിളിയുടെ അവസാനം അവൻ പ്രാർത്ഥിക്കുന്നത്: ഇത് നിന്റെ ഹിതമെങ്കിൽ പരിഭവങ്ങളില്ല. ദൈവത്തിനിണങ്ങിയ പ്രാർത്ഥനകൾ ഉണർത്തേണ്ട ദിവസമാണിത്. മനുഷ്യപുത്രൻ ദൈവത്തിനിണങ്ങിയ പ്രാർത്ഥനകൾ ഉണർത്തിയ ഈ നിമിഷത്തില് നമ്മളെയും നോക്കി ദൈവം പറയുന്നു: നിന്റെ പ്രാർത്ഥന എപ്രകാരം? ദൈവത്തിനിണങ്ങിയ മട്ടില് മനുഷ്യപുത്രൻ വളർന്ന രാത്രി, ഈ രാത്രിയെ ഏറ്റവും കൂടുതൽ ആഴമുള്ളതാക്കുന്നത് ഈ ഒരു പ്രാർത്ഥനയാണ്. ഇത് നിന്റെ ഹിതമെങ്കിൽ പരിഭവങ്ങളില്ല.
പരിഭവങ്ങളുടെയും പരാതികളുടെയും പട്ടിക ഉയർത്തുന്ന ഈ ലോകത്തിൽ പരിഭവങ്ങളിലും പരിശുദ്ധനായവനിൽ നോക്കി ജീവിതത്തെ പ്രകാശിപ്പിക്കണമെന്ന് പഠിപ്പിച്ച മനുഷ്യപുത്രന്റെ പ്രാർത്ഥനയെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട നിമിഷമാണ് ഈ ദുഃഖവെള്ളി. ഈ ദുഃഖവെള്ളിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഈ പ്രാർത്ഥന ആവശ്യമാണ്. ഈ ദുഃഖവെള്ളിയുടെ നിമിഷങ്ങളിൽ പാദങ്ങൾ ഉറപ്പിച്ച് ആഴമേറിയ സഹനങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ ഈ പ്രാർത്ഥന ആവശ്യമാണ്. ഈ പ്രാർത്ഥനയാണ് അവനെ കുരിശ് ചുമക്കുവാനും നൊമ്പരങ്ങളിൽ തളരാതിരിക്കുവാനും നിശബ്ദമായിട്ട് നിൽക്കുവാനും കരയുന്നവരെ നോക്കി ആശ്വസിപ്പിക്കുവാനും ബലം നൽകിയത്. കാരണം ഇത് അവന്റെ ഹിതമായിരുന്നു, വിളിച്ചവന്റെ ഹിതമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ യാത്രയിൽ പലതും നമ്മൾ പഠിക്കുവാനുണ്ട്. ഈ യാത്രയിൽ പലതിനെ നാം ജീവിതത്തിൽ പ്രകാശമായിട്ട് സ്വീകരിക്കുവാനുണ്ട്. ഇത് നിർമ്മലമായ അപ്പം കയ്യിലെടുത്തവന്റെ രാത്രിയാണ്. നിർമ്മലമായ അപ്പം കയ്യിലെടുത്തവന് അടുത്ത നിമിഷത്തിൽ അപ്പമാകുവാൻ സാധിച്ചു. നിർമ്മലമായ ഹൃദയത്തോടുകൂടി ജീവിക്കുന്നവർക്കൊക്കെ സഹനങ്ങളുടെ നടുവിലും ആ പരിശുദ്ധി സൂക്ഷിക്കുവാൻ സാധിക്കുമെന്നതാണ് സത്യം. സഹനങ്ങളുടെ നടുവിലും ആ പരിശുദ്ധി സൂക്ഷിക്കണമെങ്കിൽ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിലൊക്കെ ഇച്ചിരി നൈർമല്യം കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന വചനം ജീവിതത്തിൽ ഒന്ന് ചേർത്ത് പിടിക്കേണ്ട സമയം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിൻ്റെയും വഴികളിലൂടെ നിർമ്മലമായ ഹൃദയത്തെ ഒന്ന് വാർത്തെടുക്കുകയായിരുന്നു നമ്മളൊക്കെ. കാരണം നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ജീവിതത്തിൽ നൈർമല്യത്തോടുകൂടി വ്യാപരിക്കുന്നവരുടെ ജീവിതമൊക്കെ സഹനങ്ങളിലും തളരാതിരിക്കത്തുള്ളൂ എന്ന്. അത് പഠിപ്പിച്ചവൻ ഇതാ ഈ കുരിശോട് ചേർന്ന് നിൽക്കുന്നു. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വഴികളിലെ ആഴവും അർത്ഥവും ഒക്കെ ഇവിടെ തുടങ്ങുന്നു. ഗെത്സമേൻ തോട്ടത്തിൽ രക്തം വിയർത്തവൻ അടുത്ത നിമിഷത്തിൽ പ്രാർത്ഥിച്ചത് ഓർക്കുക, ഇത് നിന്റെ ഹിതമെങ്കിൽ പരിഭവങ്ങളും പരാതികളുമില്ല എന്ന്. ഹിതം നിറവേറ്റിയ രാത്രിയാണ്. ദൈവത്തിന്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹനങ്ങളുടെയും സന്തോഷങ്ങളുടെയും നൃത്തം ചവിട്ടുന്ന നിമിഷങ്ങളുടെയും സമയങ്ങളിൽ ഓരോ നിമിഷവും ദൈവഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞവൻ, സന്തോഷങ്ങളിൽ മാത്രം ദൈവഹിതം തിരിച്ചറിയുന്ന ലോകത്തിൽ ഇന്ന് സഹനങ്ങളിലും തമ്പുരാന്റെ ഹിതം തിരിച്ചറിയണമെന്ന് പഠിപ്പിക്കുന്ന ഒരു നിമിഷമാണ് ഗെത്സമേൻ തോട്ടം. ഒരുപാട് പേർ അവന്റെ ഒപ്പമുണ്ടായിരുന്നു. അവൻ നടന്ന വഴികളിലെല്ലാം, യൂദയായാലും സമറിയായാലും എല്ലാം അവന്റെ വാക്കുകൾ കേൾക്കുവാനും അവനെ ഒന്ന് തൊടുവാനും അവന്റെ ഒപ്പമായിരിക്കുവാനും ഒരുപാട് പേർ ശ്രമിച്ചു. എന്നാൽ ഗെത്സമേനിൽ അവന്റെ ഒപ്പം ആരുമില്ല. ഏകാന്തതയുടെ നടുവിൽ അവൻ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു മണിക്കൂറിനെ എടുത്തു മാറ്റണമെന്ന്. എങ്കിലും എടുത്തു മാറ്റാതെ ഏറ്റെടുക്കുവാൻ തയ്യാറായപ്പോൾ അവന് ലഭിച്ചത് ലോകം പ്രത്യാശിക്കുന്ന വലിയൊരു സമാധാനം. ആ സമാധാനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവൻ ഉരുവിട്ട പ്രാർത്ഥന, ഇത് നിന്റെ ഹിതമെങ്കിൽ പരിഭവങ്ങളില്ല, പരാതികളില്ല. സ്നേഹമുള്ളവരെ, ഇത് ഈ കുരിശിന്റെ വഴി സംതൃപ്തിയുടെ വഴിയാണ്. ജീവിതത്തെ മുഴുവൻ സംതൃപ്തമായിട്ട് സ്വീകരിച്ചവന്റെ, തൃപ്തിയോടുകൂടി സ്വീകരിച്ചവന്റെ വഴിയാണ്. അതുകൊണ്ടാണ് അവൻ ആ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം അവന്റെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ടായത്. ഹിതം എന്റേതാണ്, ഹിതം നിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവൻ സംതൃപ്തിയോടുകൂടി എല്ലാം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു. ജീവിതത്തിൽ ഏത് തീരുമാനങ്ങളുടെ നടുവിലും പിതാവിന്റെ ഹിതം അന്വേഷിച്ചറിഞ്ഞവൻ സംതൃപ്തമായിട്ട് കുരിശിലേക്കും പിതാവിന്റെ ഹിതപ്രകാരം നടന്നു നീങ്ങുകയാണ്. ഇതാണ് ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ രഹസ്യമെന്ന് നാം പറയുക. ജീവിതത്തിലെ ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ രഹസ്യം മറ്റൊന്നുമല്ല, അവൻ സംതൃപ്തിയോടെയാണ് ജീവിച്ചതെന്നതാണ്. അവൻ സംതൃപ്തിയോടെ ജീവിച്ചത് കൊണ്ട് ഏത് സഹനങ്ങളുടെ നടുവിലും സംതൃപ്തമായിട്ട് നിൽക്കുവാൻ അവന് സാധിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, സഹനങ്ങളിൽ നെടുവീർപ്പെടേണ്ടവരല്ല നമ്മൾ, മറിച്ച് സഹനങ്ങളിലും സംതൃപ്തിയോടെ ജീവിക്കുവാനുള്ള കരുത്ത് ലഭിക്കുന്നതാണ് ഓരോ കുരിശിന്റെ വഴി. സംതൃപ്തിയോടെ നിൽക്കുവാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നത് ഓർക്കുക. പീലാത്തോസിന്റെയും പ്രിത്തോറിയത്തിന്റെയും വിശപ്പടക്കുവാൻ അവൻ മൗനത്തിന്റെ ആയുധം സ്വീകരിക്കുന്നു. പീലാത്തോസിന്റെയും പ്രിത്തോറിയത്തിന്റെയും വിശപ്പടക്കുവാൻ വേണ്ടി മൗനം ജീവിതത്തിൽ ആയുധമാക്കിയവന്റെ നിമിഷങ്ങളാണ് കുരിശിന്റെ വഴി. തെറ്റുകൾ ഉയരുമ്പോൾ
കൊലവിളികൾ ഉയരുമ്പോൾ നാമും സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മൗനത്തിലേക്ക് എന്നെ ഒന്ന് ആഴപ്പെടുത്തുക എന്ന പ്രാർത്ഥനയാണ്. ക്രിസ്തുവിന്റെ മൗനത്തിലേക്ക് എന്നെ ഒന്ന് ആഴപ്പെടുത്തുക എന്നുള്ള മൗനമാണ് നാം സ്വീകരിക്കേണ്ട ഏക വഴി. കാരണം ചില നിമിഷങ്ങളിലൊക്കെ മൗനം ആയുധമാക്കേണ്ട ജീവിതമാണ് നമ്മുടേത്. സഹനങ്ങളുടെ നടുവിൽ പ്രത്യാശ പകരണമെങ്കിൽ അവിടെ മൗനം വേണം. മൗനത്തിലൂടെയുമൊക്കെയാണ് ഒരുപാട് ദൈവിക വെളിപാടുകൾ ഉണ്ടാകുന്നത്. മൗനം ആരൊക്കെ ജീവിതത്തിലെ മനനം ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവികമായ വെളിപാടുകൾ നിറഞ്ഞു നിന്നിരുന്നു. പരിശുദ്ധ അമ്മ ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിലൊക്കെ മൗനം സ്വീകരിച്ചപ്പോൾ അവൾ കൃപ നിറഞ്ഞവളായിട്ട് മാറുന്നതായിട്ട് കാണാം. ദൈവപുത്രനായ ഈശോ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ മൗനം സ്വീകരിച്ചപ്പോൾ അവന്റെ മൗനം തന്നെ ഒരുപാട് പേരുടെ മനസ്സ് ഇളക്കി മറിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇത് പറയുന്നത്, കുരിശിന്റെ വഴി പറയുന്നത് സഹനങ്ങളിൽ കുതറിമാറാത്ത വഴിയാണ് കുരിശിന്റെ വഴിയെന്ന്. സഹനങ്ങളിൽ കുതറിമാറാത്ത വഴിയാണ് കുരിശിന്റെ വഴി. സഹനങ്ങളുടെ ജീവിതത്തിന്റെ സ്നാനം സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറാകുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഊതിക്കാച്ചിയ പൊന്നുപോലെ നമ്മുടെ ജീവിതം പ്രശോഭിക്കുന്നത്. ജീവിതത്തിൽ ചാരം മൂടിക്കിടക്കുകയാണ് നമ്മുടെ ജീവിതമൊക്കെ. സഹനങ്ങളിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമ്പോഴൊക്കെ അതിനെ ഊതിക്കത്തിച്ചുകൊണ്ട് ശോഭയുള്ളതാക്കി തീർക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴൊക്കെ നമ്മുടെ കുരിശിന്റെ വഴിക്ക് ഒരുപാട് വിശാലമായ ഹൃദയമുണ്ടാകും. ദൈവികമായ കാഴ്ചപ്പാടുകളിലൂടെ സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, സഹനം ദൈവികമാണെന്ന് തിരിച്ചറിയുമ്പോൾ, എല്ലാം തന്ന തമ്പുരാൻ എല്ലാം എടുക്കുവാനുള്ള അധികാരമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെയൊക്കെ സഹനങ്ങൾക്കും ദൈവികമായ മനോഭാവങ്ങൾ ഉണ്ടാകും. നാലാമതായിട്ട് കലപ്പ കയറി ഇറങ്ങിയ ഒരു രാത്രിയാണ് ഈ കുരിശിന്റെ വഴിയുടെ രാത്രി. കലപ്പ കയറി ഇറങ്ങിയ രാത്രി. എന്താണ് ഈ കലപ്പ കയറി ഇറങ്ങുന്ന അനുഭവം? ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളിലൂടെയൊക്കെ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ രക്തം പൊടിയേണ്ടതായിട്ട് വരും. രക്തം പൊടിയേണ്ടതായിട്ട് വരും. രക്തങ്ങൾ ഒലിക്കുമ്പോൾ ആരും കൂടെ കാണുകയില്ല അതൊന്ന് ഒപ്പിയെടുക്കുവാൻ. പക്ഷേ ആ രക്തം പൊടിയുമ്പോഴും രക്തം തന്നവനിലേക്കും രക്തം വാഴ്ത്തി വിളമ്പിയവനിലേക്കും ഒക്കെ ഒന്ന് കണ്ണും നട്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾക്കൊക്കെ ഒരുപാട് സംതൃപ്തി ലഭിക്കും. സ്നേഹമുള്ളവരെ, കുരിശിന്റെ വഴിക്ക് ഒരുപാട് ആഴമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ഓരോ കുരിശിന്റെ വഴിയും. ഇത്തിരി സഹനങ്ങൾ ജീവിതത്തിന്റെ മീനെ കടന്നു പോകുമ്പോൾ അത് ജീവിതത്തെ തൊട്ട് ഇത്തിരി ഇരുന്ന് ചോര പൊടിയുമ്പോഴൊക്കെ നിലവിളിക്കുകയല്ല വേണ്ടത്, മറിച്ച് നിശബ്ദമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നിലവിളിക്കുന്നതിന് പകരം നിശബ്ദമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തവന്റെ മനോഭാവത്തോടുകൂടി നമുക്ക് നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. മറക്കുവാൻ പഠിച്ച രാത്രിയല്ല, മറിച്ച് പൊറുക്കുവാൻ പഠിച്ച രാത്രിയാണ് ഈശോയുടെ സഹന വഴികളുടെ രാത്രി. മറക്കുവാൻ പഠിച്ച രാത്രിയല്ല, മറിച്ച് പൊറുക്കുവാൻ പഠിപ്പിച്ച രാത്രിയാണിത്. സ്നേഹമുള്ളവരെ, എല്ലാം പൊറുക്കണം. പൊറുക്കുന്നവനെ ഈ പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. എല്ലാം പൊറുത്തവൻ ഈ നിമിഷം ശക്തമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. വീണുപോയാലും വിശുദ്ധ വിചാരങ്ങളോടെ എഴുന്നേറ്റ് കുരിശിലേക്ക് നടന്നെടുക്കുന്ന ഈശോയെയാണ് നാം കുരിശിന്റെ വഴി കാണുക. വീണുപോയിട്ടും വിശുദ്ധ വിചാരങ്ങളോടെ അവൻ കുരിശിലേക്ക് നടന്നെടുക്കുന്നു. കാരണം അവൻ എല്ലാവരോടും പൊറുത്തു. അവൻ എല്ലാവരോടും പൊറുത്തു. സ്നേഹത്തിൽ മുക്കി കൊടുത്ത ഒറ്റുകാരൻ അത് ഭക്ഷിച്ച് ഒരുങ്ങി ഒറ്റിയിട്ടും അവൻ അവനോട് പൊറുത്തു. തള്ളിപ്പറഞ്ഞവനോടും പൊറുത്തു. ചിതറിക്കപ്പെട്ടവരോടും പൊറുത്തു. അവസാനം കൊലവിളികൾ ഉയർത്തിയവരോടും പൊറുത്തു. എല്ലാവരോടും പൊറുത്തവൻ ഇന്ന് വിശുദ്ധ വിചാരങ്ങളോടെ കുരിശിലേക്ക് നീങ്ങുന്നു. ഈ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. വിശുദ്ധ വിചാരങ്ങളോടെ വേണം കുരിശിന്റെ വഴിയിൽ ചുവടുകൾ ഉറപ്പിക്കുവാൻ. വിശുദ്ധ വിചാരങ്ങളോട് വേണം കുരിശിന്റെ വഴിയിൽ ചുവടുകൾ ഉറപ്പിക്കുവാൻ. അപ്പോഴൊക്കെയാണ് അവനെപ്പോലെ സംതൃപ്തിയോടെ നമുക്ക് മരിക്കുവാൻ സാധിക്കുക. അവനെപ്പോലെ സംതൃപ്തിയോടെ തമ്പുരാന് നമ്മുടെ ജീവിതത്തെ വെച്ചു കൊടുക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക, ഞാൻ മറക്കുകയല്ല വേണ്ടത്, പൊറുക്കുകയാണ് വേണ്ടത് എന്ന്. എൻ്റെ ജീവിതത്തിലെ
ഞാൻ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ നാം അവരെ മറന്നു കളയുകയല്ല, അവരുടെ പാപങ്ങൾ പുറത്ത് വിശുദ്ധ വിചാരങ്ങളിലേക്ക് പ്രവേശിക്കണം. വീണ്ടും പറയുന്നത്, ഇത് കാപട്യത്തിന്റെ പരിസരങ്ങളെ വെല്ലുവിളിച്ചവന്റെ രാത്രിയാണ്. കാപട്യം മുഴുവൻ കർത്താവിന്റെ ചുറ്റിനുമുണ്ടായിരുന്നു. കാപട്യത്തിന്റെ പരിസരങ്ങളെ വെല്ലുവിളിച്ചവന്റെ രാത്രിയാണിത്. ഒരുപാട് പേർ അവന്റെ ഒപ്പമുണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ കാപട്യത്തിന്റെ മുഖവുമായിട്ട് നിന്നവർ, എങ്കിലും ആ കാപട്യത്തെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് അവൻ വെല്ലുവിളിച്ച രാത്രിയാണ്. നിശബ്ദതയിലൂടെയും സത്യം വിളിച്ചു പറഞ്ഞും സത്യത്തെ സ്നേഹിച്ചും സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായ സ്നേഹിതന് വേണ്ടി ജീവൻ ബലികരിക്കുക എന്നതിനേക്ക് വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ചുമൊക്കെ അവൻ വെല്ലുവിളിച്ച രാത്രി. സ്നേഹമുള്ളവരെ, ഈ നിമിഷം പ്രാർത്ഥിക്കുക. എൻ്റെ സഹന വഴികൾ എപ്രകാരമാണ്? സംതൃപ്തിയോടെയാണോ? ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞാണോ ഞാൻ കുരിശിന്റെ വഴിയെ യാത്ര ചെയ്യുന്നത്? സഹനങ്ങളുടെ കലപ്പ ജീവിതത്തിലൂടെ കയറി ഇറങ്ങിയിട്ടും ഞാൻ പരിഭവങ്ങളും പരാതികളും പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിലെ കാപട്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിലെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണോ ഞാൻ കുരിശിന്റെ വഴിയെ നീങ്ങിയിട്ടുള്ളത്? അല്ലാതെ കാപട്യങ്ങളോടൊപ്പം കാപട്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞിട്ടാണ് ഞാൻ കുരിശിന്റെ വഴിയെ യാത്ര ചെയ്യുന്നത്? ചിന്തിക്കാം. കാരണം ഇത് ക്രിസ്തുവിന്റെ വഴിയാണ്, സഹനങ്ങളുടെ വഴിയാണ്, കർത്താവ് നോക്കിക്കാണുന്ന വഴിയാണ്. അതുകൊണ്ട് അവന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക, നാം ഒക്കെ എത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് കുരിശ് ചുമക്കുന്നത്. തമ്പുരാൻ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. കുരിശ് വഹിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ഓർത്തെടുക്കണം. ഞാൻ ഈ കുരിശ് സംതൃപ്തിയോടെയാണ് വഹിക്കുന്നത്? ഞാൻ കാപട്യം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് വഹിക്കുന്നത്? ഞാൻ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തവന്റെ മനോഭാവത്തോടു കൂടിയാണോ ഇവനെ അനുഗമിക്കുന്നത്? വീണ്ടും ഈ കുരിശിന്റെ വഴിക്ക് പല കാര്യങ്ങളും പറയുവാനുണ്ട്. കുരിശിന്റെ വഴി മുൻപോട്ട് നീങ്ങുമ്പോൾ സഹതപിക്കുവാൻ ഒരുപാട് പേര് കാണും. പക്ഷേ ആ സഹതാപങ്ങളിലും നമ്മൾ ഒതുങ്ങിപ്പോകരുത് എന്ന് പഠിപ്പിക്കുന്ന രാത്രിയാണ്. സഹതപിക്കുവാൻ ഒരുപാട് പേർ കാണും, പക്ഷേ സഹതാപങ്ങളിലും ഒതുങ്ങിപ്പോകരുത്. കാരണം അർപ്പിക്കപ്പെടേണ്ട സ്ഥലം അകലെയല്ല, ജീവിതത്തിൽ അർപ്പിക്കപ്പെടേണ്ട സ്ഥലം അകലെയല്ല എന്നുള്ള തിരിച്ചറിവുള്ളവർ ജീവിതത്തിന്റെ സംതൃപ്തിയുടെ നടുവിലും സഹതപിക്കുവാൻ ഒരുപാട് പേരുള്ള ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിലുമൊക്കെ തളരാതെ മുൻപോട്ട് പോകും. സ്നേഹമുള്ളവരെ, ഓർക്കുക ഈ രാത്രിയുടെ പ്രത്യേകത. ഒരുപാട് പേർ സഹതപിച്ച രാത്രിയാണിത്. എങ്കിലും അവരുടെ സഹതാപ പ്രകടനം അവനെ ആശ്വസിപ്പിച്ചെങ്കിലും അവൻ ആ സഹതാപത്തിൽ ഒതുങ്ങി നിന്നിട്ടില്ല. കാരണം അർപ്പിക്കപ്പെടാനുള്ള അകലങ്ങൾ ഒരുപാട് ദൂരെയല്ല, അർപ്പിക്കപ്പെടേണ്ട സ്ഥലം ദൂരെയല്ല, ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മോടൊപ്പം ആശ്വാസവാക്ക് പറയുവാൻ സഹതപിക്കുവാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഓർക്കുക, ഈ സഹനങ്ങളിലും ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണെന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കുക. വീണ്ടും കുരിശിന്റെ വഴി മുൻപോട്ട് പോകുമ്പോൾ ശിമിയോൻ സഹായിക്കുന്ന ഒരു രംഗമുണ്ട്. അകലങ്ങളിലായിരിക്കുന്നവനെ ചേർത്ത് പിടിച്ച് ദൈവാനുഭവങ്ങൾ കൊടുക്കുന്നു. സഹനങ്ങളുടെ നടുവിലും ദൈവാനുഭവം കൊടുക്കുവാൻ മറക്കാത്ത ഒരു ദൈവപുത്രന്റെ കഥ പറയുന്നതാണ് കുരിശിന്റെ വഴി. അകലങ്ങളിൽ നടന്നുപോയവനാണ് ശിമിയോൻ. എന്നാൽ അവനെ അടുത്ത് വിളിച്ചും ഈ ഒരു ദൈവാനുഭവം, സഹനത്തിന്റെ ദൈവാനുഭവം പകർന്നു നൽകുന്ന ഒരു ക്രിസ്തുനാഥനെ കുറിച്ചാണ് കുരിശിന്റെ വഴി പറയുക. സ്നേഹമുള്ളവരെ, നാമൊക്കെ സഹനങ്ങളിൽ നിന്ന് അകന്നു നിന്നാലും ദൈവം നമ്മളെ ചേർത്ത് പിടിച്ച് വീണ്ടും ആ സഹനങ്ങളുടെ വഴിയിലൂടെ നടത്തുമെന്ന സത്യം മനസ്സിലാക്കുക. കാരണം ക്രിസ്തുവിന്റെ വഴി, ക്രിസ്ത്യാനികളുടെ വഴി ഇത് സഹനത്തിന്റെ വഴിയാണ്. എത്ര അകലങ്ങൾ പാലിച്ചാലും അവൻ അടുത്ത് വിളിക്കും ഒരു ദിവസം. കാരണം സഹനങ്ങൾ ദൈവികമാണെന്ന് പഠിപ്പിക്കുവാൻ. സഹനങ്ങളുടെ യാത്ര മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് പേരുണ്ട്. അവന്റെ ഒപ്പം നടക്കുന്നവർ പരിശുദ്ധ അമ്മ. എല്ലാ നിമിഷവും ഒപ്പം നടക്കുവാൻ നിനക്കൊരു അമ്മയുണ്ടെന്നുള്ള തിരിച്ചറിവ് നൽകുന്ന ഒരു വഴിയാണിത്. ഏത് നിമിഷത്തിലും ജീവിതത്തിൽ ഒപ്പം നടക്കുവാൻ ഒരു അമ്മയുണ്ടെന്നുള്ള കാഴ്ചപ്പാട് നൽകുന്ന വഴിയാണ് കുരിശിന്റെ വഴി.
ഏത് സഹനങ്ങളിലും നിനക്കൊരു മാതൃസ്നേഹം പകർന്നു നൽകുവാൻ സഹരക്ഷകയായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അമ്മ സാന്നിധ്യങ്ങളെ മറക്കരുത്. അമ്മ സാന്നിധ്യങ്ങളെ മറക്കുമ്പോഴൊക്കെയാണ് മരണം സംഭവിക്കുന്നത്. കുരിശിന്റെ വഴിയിലും ദൈവോത്തരനായ ഈശോ തൻ്റെ അമ്മയുടെ സാന്നിധ്യം മറക്കുന്നില്ല. തളരരുതെന്ന് പഠിപ്പിക്കുവാനും താങ്ങായിട്ട് ഞാനുണ്ടെന്ന് പറയുവാനുമൊക്കെ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രാർത്ഥന കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും അനുതാപം കൊണ്ടുമൊക്കെ ദൈവം പല വ്യക്തികളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കും. അമ്മ മനസ്സോടുകൂടി അവരെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ ബലി പൂർത്തീകരണത്തിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ടാകുന്നു. വീണ്ടും ഈ യാത്ര മുൻപോട്ട് പോകുമ്പോൾ വേറൊനിക്ക ഈശോയുടെ തിരുമുഖം ഒപ്പിയെടുത്ത നിമിഷം, വേറൊനിക്ക ഈശോയുടെ മുഖം ഒപ്പിയെടുക്കുന്ന നിമിഷം, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവന് ജീവിതത്തിൽ മുഖം പതിപ്പിക്കുന്ന ദൈവപുത്രൻ. തൻ്റെ സഹനങ്ങളുടെ മുഖം ദൈവം നമ്മുടെ ഹൃദയത്തിലും പതിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ സഹനങ്ങളുടെ മുഖത്തെ നോക്കിക്കൊണ്ട്, മുറിവേറ്റ ഹൃദയത്തെ നോക്കിക്കൊണ്ട്, മുഖത്ത് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ, അവൻ്റെ തിരുമുറിവുകളുള്ള മുഖത്തെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുമ്പോഴൊക്കെ നമ്മളുടെ ജീവിതമൊക്കെ വിശുദ്ധമായിട്ട് തീരുന്നു. സ്നേഹമുള്ളവരെ, ഓർത്തെടുക്കുക, ഓരോ സ്ഥലങ്ങളിലൂടെയും കുരിശിന്റെ വഴിയിലെ ഓരോ നിമിഷങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇത് മഹത്വം സ്വീകരിക്കേണ്ട വഴിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി യാത്ര ചെയ്യുക. തളർന്നു പോകേണ്ട വഴിയല്ല, മറിച്ച് കരുത്തും ബലവും പ്രാപിക്കേണ്ട വഴിയാണ്. ഓരോ സ്ഥലങ്ങളിലും ഒന്നിനൊന്നിന് കരുത്ത് പ്രാപിച്ച ദൈവപുത്രന്റെ വഴിയാണിത്. മുൻപോട്ടും നടക്കുവാൻ ചുവടുകൾ ഉറപ്പിക്കുമ്പോഴൊക്കെ വീണു പോകുമ്പോഴും വിശുദ്ധ വിചാരങ്ങളോടെ ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് എൻ്റെ ദൈവം. വീണു പോകുമ്പോഴും വിശുദ്ധ വിചാരങ്ങളോടെ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും കാലുറപ്പിക്കുന്ന ദൈവ സാന്നിധ്യമാണ് കുരിശിന്റെ വഴിയിൽ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഓർക്കുക, എൻ്റെ ദൈവം വീണു പോയിട്ടും വിശുദ്ധ വിചാരങ്ങളോടെ മുൻപോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നിനും വേണ്ടിയല്ല, വീഴ്ചയിലും വിശുദ്ധ വിചാരങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും കുരിശ് യാത്ര കാൽവരിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഓർക്കുക, അവൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തിട്ടുണ്ട്. ജീവിതത്തെ മുഴുവൻ പങ്കിട്ട് കൊടുത്തവൻ അവസാനം തൻ്റെ വസ്ത്രങ്ങളും വിട്ടുകൊടുക്കുകയാണ്. ജീവിതത്തെ മുഴുവൻ പങ്കിട്ട് കൊടുത്തവൻ അവസാനം നിർബന്ധപൂർവ്വം അവൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്ന ആളുകൾ. എല്ലാം സ്വമേധയാ കൊടുത്തവൻ അവസാനം അവൻ്റെ അനുവാദം കൂടാതെ അവൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുവാൻ തയ്യാറാകുന്നവരുടെ ലോകത്തിലാണ് നാം ജീവിക്കുക. എല്ലാം കൊടുക്കുന്നവനെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുടെ ലോകത്തിലാണ് നാം ജീവിക്കുക. എത്രമാത്രം ചെയ്തിട്ടും എത്രമാത്രം വിട്ടുകൊടുത്തിട്ടും അവനെ പറിച്ചു കീറണമെന്ന് ചിന്തിക്കുന്നവരുടെ ലോകത്തിൽ നാം ജീവിക്കുന്നു. ഇത് ദൈവികമായ കാഴ്ചപ്പാടല്ല. സ്നേഹമുള്ളവരെ, ദൈവിക കാഴ്ചപ്പാട് പങ്കിട്ട് നൽകുന്നവനെ സ്നേഹപൂർവ്വം സ്വീകരിക്കുക എന്നതാണ്. മറിച്ച് പങ്കിട്ട് നൽകുന്നവനെ പറിച്ചു കീറരുത്. ഇന്ന് തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. തെറ്റുകൾ ചെയ്യുമ്പോഴും പാപങ്ങളിൽ മുഴുകുമ്പോഴും തകർന്നു പോകുമ്പോഴും പാവവഴികളിലൊക്കെ കുഴഞ്ഞു വീഴുമ്പോഴുമൊക്കെ നാമൊക്കെ അവൻ്റെ ശരീരരക്തങ്ങൾ പങ്കിട്ടെടുക്കുകയല്ല, പറിച്ചു കീറുകയാണ്. പങ്കിട്ടെടുക്കുന്നവൻ സ്വമനസ്യ നൽകിയതാണ്. പറിച്ചു കീറുമ്പോൾ നിർബന്ധപൂർവ്വം നമ്മൾ മേടിച്ചെടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത് പങ്കിട്ട അനുഭവമാണ്. ആ ക്രിസ്തു അനുഭവത്തിനെതിരെയുള്ള ചിന്തകൾ എന്ന് പറയുന്നത് പറിച്ചു കീറരുത് എന്ന ചിന്ത ഉണർത്തുന്ന മനോഭാവത്തിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വീണ്ടും കുരിശിന്റെ വഴി മുൻപോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ അമ്മയെയും മകനെയും സ്നാനപ്പെടുത്തിയ രാത്രിയാണ്. മേരിയെയും ജോണിനെയും അമ്മയും മകനുമായിട്ട് സ്നാനപ്പെടുത്തിയ രാത്രി. ഈ ഒരു രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പരിവർത്തനത്തിലേക്ക് വരേണ്ട നിമിഷം. കൂട്ടുകൊടുക്കുകയാണ് ദൈവം. ഒരുപാട് പേരുടെ കൂട്ടിലിരുന്ന ദൈവം ഒറ്റപ്പെട്ടവർക്ക് കൂട്ട് നൽകുന്നു. തൻ്റെ അമ്മ ഒറ്റപ്പെടുമെന്നറിഞ്ഞിട്ട്, തൻ്റെ ശിഷ്യൻ ഒറ്റപ്പെടുമെന്നറിഞ്ഞിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മേരിയിൽ നിന്നും യോഹന്നാനിൽ നിന്നും അമ്മയിലേക്കും മകനിലേക്കും സ്നാനപ്പെടുന്ന ദൈവസ്നേഹത്തിൻ്റെ കഥ പറയുന്ന മകലമുകൾ, ദൈവസ്നേഹത്തിൻ്റെ കഥ പറയുന്ന കാൽവരിക്കുന്ന്. സഹനങ്ങളുടെ നടുവിലും
ഒറ്റപ്പെടുന്നവർക്ക് ദൈവസ്നേഹം കൂട്ടിരിക്കുന്നുണ്ടെന്ന സത്യം വെളിപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഇതാണ് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലും സ്നേഹത്തിൻ്റെ തീരാത്ത തോരാത്ത ചില നിമിഷങ്ങൾ ഉണ്ടായെന്ന് പഠിപ്പിക്കുന്ന നിമിഷങ്ങൾ. ക്രിസ്തു സഹനങ്ങൾ സ്നേഹത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴും അതിന് ഒരിക്കലും അസ്തമിക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന നിമിഷങ്ങൾ. വീണ്ടും കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് കള്ളൻ പ്രാർത്ഥിച്ച നിമിഷങ്ങളാണ്. കള്ളന് പോലും പ്രാർത്ഥനയുടെ അനുഭവം പങ്കിട്ട് കൊടുത്ത ക്രൂശിന്റെ, കള്ളനെ പോലും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ക്രൂശിതന്റെ കഥയാണ് കുരിശിന്റെ വഴി. കള്ളൻ പ്രാർത്ഥിച്ചത് പ്രകാരം, നിന്റെ രാജ്യത്തിൽ എന്നെയും ഓർമ്മിക്കണമേ എന്ന്. എല്ലാം ഓർമ്മിക്കുവാൻ വേണ്ടി ശരീരം പങ്കിട്ടവൻ, എല്ലാവരെയും ഒരുക്കി സ്വീകരിച്ചവൻ, കാൽവരിയുടെ നടുവിലെത്തുമ്പോഴും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ അടുത്തൊരുത്ത് നിൽക്കുന്നു. കള്ളന്റെ പ്രാർത്ഥനയ്ക്ക് വളരെ ശാലീനതയുണ്ട്, ലാളിത്യമുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് നിലവിളിക്കുമ്പോൾ കള്ളൻ ഒറ്റ വാക്കുകൊണ്ട് ദൈവഹൃദയം നേടിയെടുക്കുന്നവൻ. എന്താണ് അവന്റെ പ്രത്യേകത? ആത്മജ്ഞാനത്താൽ പ്രകാശിപ്പിച്ചതാണ് അവന്റെ പ്രാർത്ഥന. ആത്മജ്ഞാനം കൊണ്ട് അവൻ പ്രകാശിച്ചപ്പോൾ അവൻ ഉരുവിട്ട പ്രാർത്ഥന, എന്നെയും ഓർക്കണമേ നിന്റെ രാജ്യത്തിലെന്ന്. സ്നേഹമുള്ളവരെ, ഇതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. സഹനങ്ങളുടെ നടുവിലും സ്നേഹത്തിന് സ്ഥാനമുണ്ടെന്നും പ്രാർത്ഥനയ്ക്ക് സ്ഥാനമുണ്ടെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ക്രിസ്തു കുരിശിൽ നിൽക്കുമ്പോഴും നമ്മയും ബോധ്യപ്പെടുത്തുന്നത് ഇത് തന്നെ. സഹനങ്ങളിലും സ്നേഹമുണ്ട്, സഹനങ്ങളിലും പ്രാർത്ഥനാനുഭവമുണ്ട്. സഹനങ്ങളിലെ സ്നേഹവും പ്രാർത്ഥനാനുഭവങ്ങളും ഒക്കെ നീയും ഓർമ്മിക്കപ്പെടും ദൈവരാജ്യത്തിലെന്ന വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും ഇത് ഈ ഒരു കുരിശിന്റെ വഴി അവസാനം പറയുന്നത് എല്ലാം പൂർത്തിയാകേണ്ട ജീവിതമാണെന്ന്. എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് കടന്നു പോകേണ്ട ജീവിതമാണ് കുരിശിന്റെ യാത്ര എന്ന് പഠിപ്പിക്കുകയാണ്. എല്ലാം പൂർത്തിയാക്കണം. 33-ാമത്തെ വയസ്സിൽ എല്ലാം പൂർത്തിയാക്കി കടന്നുപോയവൻ ഇന്ന് നമ്മളെ നോക്കി വെല്ലുവിളിക്കുകയാണ്. ജീവിതത്തിന്റെ കാലും അരയും മുക്കാലും ആയുസ്സും കഴിഞ്ഞിട്ടും പലതും പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുകയാണ് നമ്മൾ. സ്നേഹം പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല, സഹനം പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല, പരിഗണിച്ചിട്ടില്ല, കരുതിയിട്ടില്ല. പലതും പാതി വഴിക്ക് നിന്നുപോയിട്ടുണ്ട്. ഇനിയും പൂർത്തിയാക്കുവാൻ ദൈവം ഏതാനും നിമിഷങ്ങൾ കൂടി തരുന്നു. പൂർത്തിയാക്കിയിട്ട് സംതൃപ്തിയോടെ മടങ്ങണം. ഈ ലോകത്തിൽ നിന്ന് സംതൃപ്തിയോടെ മടങ്ങണം. സംതൃപ്തിയോടെ മടങ്ങുമ്പോഴൊക്കെ ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നിശബ്ദമായിട്ട് ഒരു കുഞ്ഞിൻ്റെ മൗനത്തോടും പുഞ്ചിരിയോടും കൂടി മരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ കുരിശിൻ്റെ വഴിയിൽ സംതൃപ്തിയുടെ വഴികളാണെന്നും ദൈവഹിതം തിരിച്ചറിഞ്ഞ വഴികളാണെന്നും കലപ്പ കയറിയിറങ്ങിയ വഴിയാണെന്നും സഹനത്തിൻ്റെ സ്നാനം നെഞ്ചിലേറ്റിയ വഴിയാണെന്നും സ്നേഹത്തിന് കൂട്ടുപോകുന്ന ദൈവത്തിൻ്റെ വഴിയാണെന്നും ഒറ്റപ്പെട്ടവർക്ക് സ്നേഹകൂട്ട് നൽകുന്ന വഴിയാണെന്നും അതുപോലെ തന്നെ കള്ളൻ പ്രാർത്ഥന കൊണ്ട് ആത്മജ്ഞാനം കൊണ്ട് തൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ച വഴിയാണെന്നും ഒക്കെ തിരിച്ചറിയുമ്പോഴൊക്കെ നമ്മുടെ ഈ കുരിശിൻ്റെ യാത്രയ്ക്കും ഒരുപാട് അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. ഈ ഒരു ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചിന്തകൾ പലതുണ്ട്, പക്ഷേ ചന്തമുള്ളവൻ അടുത്തുണ്ടെന്നുള്ള തിരിച്ചറിവ് കൂടുതൽ മൗനത്തോടുകൂടി ഈ കുരിശിൻ്റെ വഴിയെ ആശ്ലേഷിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. കുരിശിൻ്റെ വഴി മുൻപോട്ട് പോകുന്നത് ഉത്ഥാനത്തിലേക്കാണ്. കുരിശിൻ്റെ വഴി മുൻപോട്ട് പോകുന്നത് ഉത്ഥാനത്തിലേക്കാണ്. അത് കല്ലറയിൽ സംസ്കരിക്കപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് സഹനങ്ങളുടെ അപ്പുറം ഒരു ലോകമുണ്ടെന്നുള്ള തിരിച്ചറിവ്, ഉത്ഥാനത്തിൻ്റെ മഹനീയ ശോഭ നൽകുന്ന ഉണർവുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് നാം നിൽക്കേണ്ടത്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് കുരിശ് മരണത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് കല്ലറയ്ക്ക് വെളിയിലൊരു കർത്താവുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് സ്വീകരിക്കേണ്ട നിമിഷങ്ങൾ അടുത്തുണ്ട്. അതുകൊണ്ട് ഈ കുരിശിൻ്റെ വഴിയിൽ മൗനപൂർവ്വം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മൗനത്തെ മനനം ചെയ്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മൗനത്തിൻ്റെ ശാന്തതയും സമാധാനവും ജീവിതത്തിൽ എന്തെന്ന് തിരിച്ചറിയുമ്പോൾ ഓർക്കുക, ഇത് ഉയർപ്പിക്കപ്പെടേണ്ട ജീവിതമാണ്. സംതൃപ്തിയോടെ ഉയർപ്പിക്കപ്പെട്ടു, സംതൃപ്തിയോടെ ജീവിച്ചു, സംതൃപ്തിയോടെ മരിച്ചു, സംതൃപ്തിയോടെ ഉയർത്തു. അതുകൊണ്ട് ഈ ഒരു ചിന്ത മനസ്സിലേക്ക് സൂക്ഷിക്കുക. കാരണം ഇത് എൻ്റെ ദൈവത്തിൻ്റെ രാത്രിയാണെന്ന്, എൻ്റെ ദൈവം കടന്നുപോയ നിമിഷങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വഴികളിലൂടെ വീണ്ടുപോകാതെ വിശുദ്ധ വിചാരങ്ങളോടെ മുൻപോട്ട് പോകാനുള്ള ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.